ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കുൽഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലൻ കുൽഫി തയ്യാറാക്കി നോക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുൽഫി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കുൽഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മൈദ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയതല്ല, നോർമലായിട്ടുള്ള പാലാണ്. ഇനി നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷുഗർ നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, അവരുടെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. ഇനി ഞാൻ ഈ കുൽഫി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിന് സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്കതിൽ സ്പൂണൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പോപ്സിക്കിൾസ് ഉണ്ടെങ്കിൽ അതും കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മോൾഡ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെറ്റാവാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ എന്തായാലും ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ കുൽഫി ഞങ്ങൾ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ളൊരു മോൾഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ വെച്ചിട്ടൊന്ന് കവർ ചെയ്യട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സ്റ്റിക്കൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ കവർ ചെയ്യുന്നതായതുകൊണ്ട് ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.